ചെങ്ങന്നൂർ കാരക്കാട് റൂട്ടിൽ നവഗ്രഹ മഹായാഗം നടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും മറ്റും നമുക്ക് കാണാം. പന്തളം ദേശത്തിൻ്റെ ഉത്തരഭാഗത്തെ കൊള്ളക്കാരിൽ നിന്നും മോചിപ്പിച്ച് പന്തള ദേശത്തോട് ചേർത്ത മഹാമാന്ത്രികനായ കളരി ഗുരുക്കളുടെ ഉപാസനാമൂർത്തിയും ദേശരക്ഷകയുമായ ശ്രീ മഹാഭദ്രകാളിയമ്മ കുടികൊള്ളുന്ന പാറയ്ക്കൽ കോണോത്ത് ശ്രീ മഹാദേവി നവഗ്രഹ ക്ഷേത്രത്തിൽ 2025 നവംബർ 18 മുതൽ 27 വരെ നവഗ്രഹ മഹായാഗം നടക്കുകയാണ്. ശ്രീ മഹാദേവിയുടെ നീരാട്ട് കുളക്കരയിൽ യുഗപ്രഭാവനായ ശ്രീ നാരായണ ഗുരുദേവൻ യാത്രാവേളയിൽ എത്തിച്ചേർന്ന് ജലപാനം നടത്തി വിശ്രമിച്ചു എന്നാണ് ഐതിഹ്യം. ഈ അവസരത്തിൽ ദേവീ ചൈതന്യത്തിൻ്റെ ആധിക്യം മനസ്സിലാക്കിയ മഹാഗുരു ദേവിയെ പൂജിക്കുകയും നീരാട്ടുകുളത്തെ പുണ്യതീർത്ഥമാക്കി മാറ്റുകയും ഈ ദേശം ഒരു പുണ്യസ്ഥലമായി മാറുമെന്ന് അരുളി ചെയ്യുകയും ഉണ്ടായി. ഇത്രയും അനുഗ്രഹ വൈശിഷ്ട്യമുള്ള ഈ പുണ്യഭൂമിയിൽ ലോക നന്മയ്ക്കും ദേശാഭിവൃദ്ധിക്കും ജനപദങ്ങളുടെ ദുരിത അന്തിക്കുമായി അനേകം യജ്ഞങ്ങൾ നടന്നിട്ടുള്ള അമ്മയുടെ തിരുസന്നിധിയിൽ നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന തിരുനാമ ചിറപ്പിനോടൊപ്പം കലിയുഗത്തിലെ അതിവിശിഷ്ടമായ നവഗ്രഹ മഹായാഗം നടക്കുകയാണ്. ഒരുപക്ഷെ ആദിയോഗീശ്വരനായ കളരി ഗുരുക്കളുടെയും ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെയും അമ്മ മഹാമായയുടെയും ഇച്ഛയാണ് ഈ യാഗം നടക്കുന്നത്. കലിയുഗത്തിലെ ഗ്രഹപ്പിഴ ദോഷങ്ങൾ മാറുവാനും മാനവരാശിയുടെ ജീവിതം താറുമാറാകുമെന്ന് വാസ്തവമാണ്. ഗ്രഹപ്പിഴ സംഭവിക്കുന്ന മാനവരാശിക്ക് പലവിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കാറുണ്ട്. രോഗം, അകാലമരണം, മനോവൈകല്യം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ തുടങ്ങി ഒട്ടനവധി അരിഷ്ടതകൾ സംഭവിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് എത്ര വലിയ ചികിത്സ ലഭിച്ചാലും രോഗശമനം വരുന്നതല്ല. കാലദോഷം എന്നത് കാലനും ഒരുപോലെ അനുഭവിച്ചിട്ടുള്ളതായി പുരാണങ്ങളിൽ കാണാം. ഇപ്രകാരമുള്ള ഗ്രഹപ്പിഴ ദോഷങ്ങൾക്ക് അമ്മ മഹാമായയുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഉത്തമ പരിഹാരമാണ് നവഗ്രഹ മഹായാഗം. ആയതിനാൽ 2025 നവംബർ 18 ചൊവ്വാഴ്ച മുതൽ 27 വ്യാഴം വരെ, കൊല്ലവർഷം 1201 വൃശ്ചികം 2 മുതൽ 11 വരെ ആചാര്യശ്രേഷ്ഠൻ ചെറിയനാട് കക്കാട്ടിൽ എഴുന്തോളിൽ മഠം ബ്രഹ്മശ്രീ സതീശൻ ഭട്ടതിരിപ്പാടിൻ്റെയും പാലക്കാട് പാലക്കോൽ മന പ്രവീൺ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രം തന്ത്രി പറമ്പൂരില്ലത്ത് ബ്രഹ്മശ്രീ എൻ നാരായണൻ ഭട്ടതിരിപ്പാടിൻ്റെ മേൽനോട്ടത്തിലും ക്ഷേത്രം മേൽശാന്തി കണിച്ചുകുളങ്ങര പുഴാരത്തുവെളി ബ്രഹ്മശ്രീ പി എൻ ഹരിദാസ് തന്ത്രിയുടെ സഹകാർമ്മികത്വത്തിലും സകല ജനങ്ങളുടെയും സമ്പൂർണ്ണ പിന്തുണയോടെ ക്ഷേത്ര ഭരണ സമിതിയുടെയും മാതൃ സമിതിയുടെയും മഹായാഗ സംഘടന സമിതിയുടെയും നേതൃത്വത്തിലുള്ള നവഗ്രഹ മഹായാഗം അമ്മയുടെ തിരുമുറ്റത്ത് നടക്കുകയാണ്. ഇത് സൂര്യദിന നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായി ചെയ്യുന്ന ഹോമവും പൂജയും ജപവും ഉൾപ്പെടുന്ന ഉപചാര ആരാധനയാണ്. തന്ത്രശാസ്ത്രത്തിൽ ഇതിന് നവഗ്രഹ സമാരാധന എന്ന് പറയുന്നു.
9 ദിവസങ്ങളിലായി 9 നവഗ്രഹങ്ങൾക്കും സമാരാധന ചെയ്യുന്ന ഈ മഹായാഗം കേരളത്തിൽ തന്നെ അത്യപൂർവമാണ്. അരണി കടഞ്ഞ് എടുക്കുന്ന അഗ്നി 9 ദിവസം അണയാതെ സൂക്ഷിച്ച് അതിൽ ഹോമം നടത്തി അവസാനം പൂർണ്ണാഹൂതിയോടുകൂടി പ്രകൃതിയിൽ ലയിപ്പിക്കുന്നു. ഒരു മനുഷ്യായുസ്സിൽ അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന സുകൃതമാണ് ഭക്തജനങ്ങൾക്ക് മഹായാഗത്തിലൂടെ കരഗതമാകുന്നത്. കലിയുഗത്തിൽ ഗ്രഹപ്പിഴകൾ തരണം ചെയ്യുവാനും പ്രാർത്ഥന, ജപം, യജ്ഞം, ക്ഷേത്രദർശനം എന്നീ വിവിധ മാർഗങ്ങളിൽ കൂടി ദുരിതശാന്തി വരുത്തി നവഗ്രഹ നായകന്മാരുടെയും അമ്മ മഹാമായയുടെയും അനുഗ്രഹത്തിന് എല്ലാ സജ്ജനങ്ങളും ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരണമെന്ന് SG ചാനലിൻ്റെ വകയായും അപേക്ഷിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. നിങ്ങളെല്ലാവരും ഇവിടെ പോവുക, ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക.